ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോവുകയാണ്. കണ്ണൂരുകാരുടെ സ്വന്തം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഞങ്ങൾ ഒരു സൈഡിലാണ് ഓട്ടോ നിർത്തിയത്. ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടല്ല പോകുന്നത്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും പറ്റാത്തവർക്ക് വേണ്ടി ഇങ്ങനെ സൈഡിലൂടെയും വരാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു സൈഡിലൂടെ കയറാനും മറ്റേ സൈഡിലൂടെ ഇറങ്ങാനും കൂടിയാണ് വഴിയുള്ളത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് വശമായിട്ട് വരും ഇത്. അപ്പോൾ ഇവിടെ ചോറൂണ്, പിന്നെ വഴിപാട് കൗണ്ടർ, പിന്നെ പ്രസാദം, ചായ, വൻപയർ, അങ്ങനെ പ്രസാദവും ഇവിടെ കിട്ടും. അപ്പോൾ ആ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വഴിപാട് കൗണ്ടർ. ഇതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് വഴിപാടിനുള്ള രസീതൊക്കെ മുറിക്കാം. അങ്ങനെ വഴിപാടിനുള്ള രസീതൊക്കെ മുറിച്ചിട്ട് നമ്മൾ സൈഡിലൂടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ പുഴയുണ്ട്. പുഴയുടെ നേരെയാണ് അമ്പലത്തിൻ്റെ മുഖം കാണുന്നത്. ഇവിടെ ഹൗസ് ബോട്ട് അല്ലാതെ ബോട്ടുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് ആ പുഴയിൽ നമ്മൾ കാല് കഴുകിയിട്ട് വേണം മുത്തപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാൻ, അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് ചെല്ലാൻ. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പോവുകയാണ്. എനിക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട്, ഏത് അമ്പലത്തിൽ ചെന്നാലും എനിക്ക് പടി തൊട്ട് തലയിൽ വെക്കണം, എന്നിട്ട് ഉള്ളിൽ കിടക്കാനാണ് എനിക്കിഷ്ടം. അത് എന്തോ ആവും, എനിക്കറിയില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ അകത്താണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് ആരും വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ചായയും വൻപയറും പിന്നെ തേങ്ങാപ്പൊത്ത്, ഇതാണ് മുത്തപ്പൻ്റെ പ്രസാദം. ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടുതലാവുന്നത് കാരണം ഞാൻ നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇടാം കേട്ടോ.